ഞാനാരാണെന്ന് മനസ്സിലായോ? എത്ര നിനക്ക് എത്ര കുഴപ്പം? ഞാനാണ് ഡ്രാക്കുള. എന്താണ് ചിരിക്കണേ? കൊഞ്ഞനെ കാണിക്കാ പോടാ. ഞാൻ ഇങ്ങനെ എനിക്ക് ചിരിക്കാൻ കൗണ്ടർ ഒന്നും വേണ്ട. അല്ലാതെ നിങ്ങളെ പോലെ കൗണ്ടർ കാട്ടിട്ട് ചിരിക്കാതെ ഇരിക്കുന്നില്ല. എന്ത് കാര്യം പറ? ഞാൻ വന്നതേ ഒരു സാധാരണ കാര്യത്തിന് വേണ്ടിയാണ്. സാധാരണ കാര്യത്തിന് വേണ്ടിട്ടാണ് വന്നത്. ഇതെല്ലാരും വായിച്ചു നോക്കണം. എന്തോ എല്ലായിടത്തും ഉണ്ടാ? ബസ്സാണ് മറ്റേ ഇത് കൊണ്ടിട്ടിട്ട് പോവാൻ. വായിച്ച എന്നാന്ന് വായിച്ചടാ മാന്യരെ. അപ്പൊ നമ്മളെ അല്ല മാന്യരെ, ഞാൻ പാലമൂട്ടിൽ ഷിബു ഡ്രാക്കുള. ഞാനും എന്റെ കുടുംബവും വളരെ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. ദയവായി നിങ്ങളുടെ കയ്യിലുള്ള ചോര തന്ന് സഹായിക്കുക എന്ന് ഡ്രാക്കുള ഒപ്പ് ഒരു ചോരത്തുള്ളി. ഇത്തിരി ചോരയിലോ? ഇല്ല, ഞങ്ങള് കണ്ണി പോലും ചോരയില്ലാത്തവരാ. അല്ല, നോബിയണ്ണന്റെ ചോര എടുക്കാനും പറ്റില്ല, നീ ഫിറ്റ് ആവും. ഞാൻ ഒരു തുള്ളി ചോരയില് ചോദിച്ചോളൂ, അല്ലാതെ 5 സെന്റ് പൊരോടൊന്നും ചോദിച്ചില്ലല്ലോ. ഇല്ലാത്ത സാധനം ഇനിയിപ്പോ സൈഡിൽ ഇച്ചിരി ചോര കളറിൽ ഇരിക്കുന്നത് ദയാനേ ഉള്ളൂ. പക്ഷെ അതിലില്ല ചോര. അത് ചോരയില്ല, നൂല്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഈ ഡ്രാക്കുളനെ ഒന്നും ആർക്കും പേടിയില്ല. അല്ല, ഈ പറഞ്ഞേ എനിക്ക് ഭയങ്കര ഇതായി പോയി. ഞാൻ ഇപ്പൊ വെളിയിറങ്ങിയ നാട്ടുകാർ ചോദിക്കില്ലേ ഇപ്പൊ ഏത് നാടകം കഴിഞ്ഞിട്ട് വരിക? ഞാൻ നാണം കെട്ടങ്ങ് ഇല്ലാണ്ടായി പോയെന്ന്. അല്ല, എനിക്കൊരു വൈഫുണ്ടല്ലോ. എടി നീലി, എടി കള്ളിയങ്കാട്ട് നീലി, ഒന്നിങ്ങി വാടി. എടി ഇത്തിരി ചോര ചായ കൊണ്ട് താടി. ഇത്തിരി ചോരച്ചായ കൊണ്ടുവരാൻ പറഞ്ഞപ്പോ അവള് ഒന്ന് ലാഗ് അടിക്കുന്നു. നിങ്ങൾക്ക് ചോരച്ചായ ചോരച്ചായ ഇവിടെ കിടന്ന് പറഞ്ഞാ മതി. ഈ ചോരച്ചായ ഉണ്ടാക്കാനുള്ള ചോരപ്പൊടി ഇല്ല, ചോരപ്പൊടി ഉണ്ടാക്കാനാ. അപ്പൊ ഞാൻ കിടന്ന് ചോര നീരാക്കി ജോലി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു തുള്ളി ചോര കുടിച്ചിട്ട് എത്ര ദിവസമായെന്നറിയാമോ? ഓഹോ, നിങ്ങൾക്ക് ചോര നീരാക്കാൻ അറിയാലേ? അങ്ങനെയാണെങ്കിൽ നീര് ചോരയ്ക്ക് അങ്ങോട്ട് കൂട്ടിക്കും. അല്ല, ഞാൻ ഈ ചോരയ്ക്ക് വേണ്ടി കിടന്ന് ഇത്രയും കഷ്ടപ്പെടുമ്പോ നിനക്ക് അവിടെ നിന്ന് ഇത്രയും ചോര. അയ്യോ, ഇത് ചോരയല്ലേ, ലിപ്സ്റ്റിക് ഇട്ടതാ. ചോരയാണ് ഞാൻ ഊറ്റി കുടിക്കൂല്ലോ. നിങ്ങളുടെ ശരീരം പല്ലെന്തിയേ? അതെ, ഞാൻ ഇന്നലെ ഒരു രാഷ്ട്രീയക്കാരന്റെ വീട്ടിൽ ചോര ഒടിക്കാൻ പോയി. ഒരൊറ്റ കടി അങ്ങ് വെച്ചു കൊടുത്ത് പല്ലൊടിഞ്ഞ് കൈയിരുന്നു. അത്രക്ക് ചൊലിക്കട്ടിയാന്നേ. തൊലിക്കട്ടി തൊലിക്കട്ടി. അയ്യോ, ഡ്രാക്കുള എണീച്ചു. അയ്യോ, കൊച്ചിന് എന്തോന്നെടുത്ത് കൊടുക്കാനാ? എടി, അവള് പ്രായാവുമ്പോ പോയി ചോര കുടിച്ചോളോടി എന്ന് പോയി നോക്ക് നീ. മക്കളെ, ഡ്രാക്കു കരയിലെടാ. എന്റെ കൊച്ചിനെ എടുത്തോണ്ട് വാടി. അയ്യോ, എന്റെ കൊച്ചു കേട്ടോ. മക്കളെ, കരയല്ലേ. മോളെ ഡ്രാഗു, കരയില്ലേ സുന്ദരി, കരയില്ലേ. എന്തിനാണ് കരയണേ? അത് നിങ്ങളെ സ്നേഹിച്ചാന്നൊക്കെ മനസ്സിലായി, പക്ഷെ നിങ്ങളെ കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. അതെ, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി? കൊച്ചിനെങ്കിലും വളർത്തണ്ടേ? എടി, അതൊക്കെ സിമ്പിള്. ഇതൊക്കെ എന്ത്? നമുക്ക് ഇഷ്ടം പോലെ ഗ്രൂപ്പ് തുടക്കല്ലേ? പ്രേതാലയ ഗ്രൂപ്പില് ഒരു മെസ്സേജ് അങ്ങ് എടുത്തിടാം. എന്ത്? നീ കേട്ടോ? പ്രിയപ്പെട്ട പ്രേതാലയം ഗ്രൂപ്പിലെ അംഗങ്ങളെ, യക്ഷിമാരെ ഡിലീറ്റ്. പ്രിയപ്പെട്ട പ്രേതാലയം ഗ്രൂപ്പിലെ അംഗങ്ങളെ, യക്ഷന്മാരെ യക്ഷികളെ, ഞാനൊരു ദാരിദ്ര്യം പിടിച്ച ഡ്രാക്കുള കുടുംബത്തിലെ അംഗമാണ്. എന്റെ മോളെ കെട്ടിക്കാൻ പ്രായമായി. ഒരു തുള്ളി പൈസ കൂടെ ഇല്ല, ഒരു തുള്ളി ചോര കൂടെ ഇല്ല. ആരെങ്കിലും എന്തൊക്കെ തന്ന് സഹായിക്കണം. ഓരോരുത്തരും ഓരോ പ്രേത കിറ്റ് വീതം നമുക്ക് തരേണ്ടതാണ്. സ്മൈൽ പ്ലീസ്. നമുക്ക് ഈ ഗ്രൂപ്പിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഓരോ കിറ്റ് വെച്ച് വന്നാലും നമ്മൾക്ക് ഇതൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ? എവിടുന്ന് എടുത്ത് കൊടുക്കും? എടി, അപ്പനും അടുത്ത മെസ്സേജ് കാച്ചും. എന്ത്? പ്രിയപ്പെട്ട പ്രേതാലയം ഗ്രൂപ്പിലെ അംഗങ്ങളെ, എന്റെ ഫേക്ക് ഐഡി വെച്ച് കുറെ പേര് നിങ്ങളെ പറ്റിക്കുന്നുണ്ട്. ആരും വഞ്ചിക്കപ്പെടുന്നില്ല. നല്ല ഐഡിയ, നല്ല ഐഡിയ.
പട്ടി സാധകം ചെയ്യാൻ തുടങ്ങി. ഇന്ന് അമാവാസി രാത്രി ഇരുട്ടിൽ ഒരാൾ വരും. ആര്? ഇൻസ്റ്റാൾമെന്റുകാരൻ ഡ്രാക്കുള അണ്ണാച്ചി. ഇപ്പൊ സമയം എത്രയായി? 12:30. ഇനി പേടിക്കണ്ട. വരണമെങ്കിൽ 12 മണിക്ക് മുമ്പേ വരും, അല്ലെങ്കിൽ 12 മണിക്ക് കൃത്യമായിട്ട് എത്തും. അതുകൊണ്ട് നമ്മൾ ഇനി പേടിക്കണ്ട. അല്ലെങ്കിൽ തന്നെ ആ മനുഷ്യൻ എന്ത് പാവം തങ്കപ്പെട്ട മനുഷ്യനല്ലേ. സാധാരണ ഇൻസ്റ്റാൾമെന്റുകാരനായിട്ടായിരിക്കണം. ഇത്തിരി ചോരയും തരും അവന്റെ വാക്കാതിരിക്കണം മൊത്തം കേൾക്കാൻ വേണം. ചെയ്യാൻ അങ്ങനെയല്ല, എന്ത് പാവാ. എത്ര ചോര വേണോ തരും. പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ചോദിക്കാൻ പോലും വരൂലോന്ന്. എന്തായാലും നമ്മൾ ഇൻസ്റ്റാൾമെന്റുകാരുടെ ഇടയിൽ ഒരു ദൈവം തന്നെ ഡ്രാക്കുള അണ്ണാച്ചി. ദാ വേറൊരു വേട്ടാവളി. പഞ്ഞു കിട്ടുമെങ്കിൽ ചെവി തിരിക്കോ, ഇനി മൊത്തം പച്ച തെറിയായിരിക്കും. ഞാൻ ഇൻസ്റ്റാൾമെന്റ് ഡ്രാക്കുള അണ്ണാച്ചി. ഈ ആഴ്ചത്തെ ആഴ്ച പിരിവിട് അത് അടുത്ത ആഴ്ച തരാം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അടുത്ത ആഴ്ച തരാന്ന്, ഈ ആഴ്ച പറയുന്നു അടുത്ത ആഴ്ച തരാന്ന്. ഞാൻ വാക്ക് മാറ്റി പറയുന്നവനല്ല. അണ്ണാച്ചി, കഴിഞ്ഞ ആഴ്ച അണ്ണാച്ചി അങ്ങ് ചോര കുടിച്ചിട്ട് ഞങ്ങൾക്ക് ഒരാഴ്ച വയറിന് സുഖമില്ലായിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ ചോര ലാബ് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് രോഗാണുക്കൾ ഇല്ലാന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ കരുതുന്നത്. അതൊന്നും വരാൻ വഴിയില്ല. സത്യം പറ, നിങ്ങൾ ചോരയിൽ വെള്ളം കളിച്ചിട്ടല്ലേ നമ്മൾ കൊണ്ടുവരുന്നത്? ചോരയിൽ വെള്ളം കളിക്കാ? വെറുതെ അനാവശ്യം പറയരുത് കേട്ടാ. ഞാൻ ഇതുവരെ എന്റെ ജോലിയിൽ ഇതുവരെ കള്ളം കാണിച്ചിട്ടില്ല. ചോര കേടാവാതിരിക്കാൻ 2-3 ഐസൊക്കെ ഇടും. കളിക്കും തരും. അതെന്റെ തെറ്റല്ലല്ല. ശരി, പിരിവിട്. എനിക്ക് പാലേ പോവാനുള്ളതാണ്. പാലേ പോണെങ്കിൽ ഇവിടെ നിന്ന് നേരെ പോയാ വൈറ്റില ഹബ്ബ്. അവിടെ നിന്ന് ബസ് കിട്ടും. അവിടെ കിട്ടും കോട്ടയം പാലാ ബസ്. അതല്ല, തങ്ങ് കാണുന്ന ആ പാലമരത്തില് പിരിവെടുക്കാൻ പോവാനുള്ളതാ. പാലമരത്തിൽ പിരിവെടുക്കാനാ? അല്ല അണ്ണാച്ചി, ഈ കഴുത്തി തൂങ്ങി കിടക്കുന്ന എന്തുവാ? ഇത് പോളിസാണ്. ഇത് 2 രൂപയുടെ സാമ്പിൾ ബെഡ്. ഇത് പിടിച്ച ഇത് നമുക്ക് യാത്ര ചെയ്യുമ്പോഴും ഗുണം ചെയ്യുന്ന ഒരു സംഭവ. ഇതിങ്ങനെ പൊട്ടിച്ചതാ. ഇത്തിരി തരൂ, എന്റെ കൊച്ചിനെ കൊടുക്കാനാ. മക്കളെ, അതെന്റെ ഇല്ല, സോറി, എനിക്കില്ല. ഒന്ന് വേഗം പൈസ എടുക്കടോ. നമ്മൾ ഇപ്പോഴേ പട്ടണിയാ. ഇപ്പൊ ഒരു ചാനലിൽ നിന്ന് വിളിക്കുന്നത് ഇരിക്കാൻ. ചാനലൊക്കെ പോവാ. അതെ, ഞങ്ങളായിരുന്നു കോമഡി പരിപാടിയിലൊക്കെ ചിരിക്കാൻ പോയിരുന്നു. പിരിവെടുക്കണം. എന്റെ പൈസ ഇങ്ങനെ വന്നു താടാ. കാലി കാലി പോക്കട്ടെ കാലി. അടുത്ത ആഴ്ച പറ്റുമെങ്കിൽ തരാം. തന്നില്ലെങ്കിൽ നിന്റെ ചോര എന്റെ. അയ്യോ വേണ്ട വേണ്ട എന്റെ പൊന്നു ചേട്ടാ. നമ്മൾ ഇനി എന്ത് ചെയ്യും ചേട്ടാ? ഇനിയൊന്നും ചെയ്യാനില്ല മോളെ. എന്റെ ചോര താ. എന്റെ ചോര താ. അയ്യോ എന്റെ ചോര താ. ചാവാൻ കിടക്കുമ്പോൾ ഇങ്ങനെ പാടരുത്. ചോര അല്ലെങ്കിൽ എന്റെ പൈസ ഒന്നും കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകൂല. ഈ ഡ്രാക്കുള പേടിപ്പിച്ചിട്ട് ഇപ്പൊ ആരും പേടിക്കുന്ന? നിങ്ങൾ പേടിപ്പിച്ച ആരും പേടിക്കൂലേ? ഇല്ല, ഞാൻ പേടിപ്പിച്ചാണ് ചേരാം. അങ്ങനാണെങ്കിൽ ഇരിക്കുന്ന 5 പേരെയും ഈ ചേച്ചിനെ പേടിപ്പിച്ച് ബോധം കിടത്തി അവരെ രക്തം ഊറ്റി കുടിച്ച് കാണിച്ച. ബോധം കെടുത്താൻ ഉച്ച കുടിയല്ലേ കാണിച്ചു തരാം. ഓക്കെ. ഇന്ന് അമാവാസി ദിവസം അർദ്ധരാത്രി 12:30. ഇന്ന് രാത്രി അവൾ വരും. ഇതാണ് ഡ്രാക്കുള അണ്ണാച്ചിയുടെ പവർ. അണ്ണാച്ചിയുടെ പവർ സ്റ്റാർ. നിങ്ങളെ പോലെ ശരീരം നിറച്ചും ചോര ഞങ്ങൾ ജീവിക്കേ.